നമസ്കാരം, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം നല്ലത് ആശംസിക്കുന്നു എന്നതുപോലെ അങ്ങേയറ്റം ആശ്വാസകരമായ, ഒരുപക്ഷെ നടപ്പിലാവുകയാണെങ്കിൽ അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു വാർത്തയിലേക്കാണ് പ്രേക്ഷകരെ ഇന്നാദ്യം ക്ഷണിക്കുന്നത്. ഇറാൻ ഇസ്രയേൽ വെടിനിർത്തലിന് ധാരണയായി എന്ന സൂചനകൾ പുറത്തുവരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പറഞ്ഞത്. എ കംപ്ലീറ്റ് ആൻഡ് ടോട്ടൽ സീസ് ഫയർ എന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തത ഇറാൻ്റെ ഭാഗത്തുനിന്നും ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്നും ഇനിയും വരേണ്ടതുണ്ട്. പറയുന്നത് ട്രംപ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് കാര്യങ്ങളിൽ ഒരു അവ്യക്തതയും അല്ലെങ്കിൽ എന്താണ് അപ്രവചനീയമായ ഒരു നിലപാടുകളാണ് എപ്പോഴും ട്രംപ് സ്വീകരിക്കുന്നതും. അമേരിക്കൻ സൈനിക ബേസുകൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം ഖത്തറിൽ ഉദയത്തിൽ ആക്രമണം ഉണ്ടായത്. തൊട്ട് പിറ്റേ ദിവസം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ട്രംപ് കടക്കുന്നതിനുള്ള സാഹചര്യം എന്തായിരിക്കും? എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. തലക്കെട്ടുകൾ കണ്ടതിന് ശേഷം വിശദാംശങ്ങളിലേക്ക് വരാം. ഇറാൻ ഇസ്രയേൽ വെടിനിർത്തലിന് ധാരണയായെന്ന് അമേരിക്ക. 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനം ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളത്തിന് നേരെയുള്ള ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ധാരണയായില്ല എന്ന ഇറാൻ. അടിച്ചാൽ തിരിച്ചടി. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷവും ടെഹ്റാനിൽ സ്ഫോടനം. ബാഗ്ദാദിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയും ഇറാന്റെ ആക്രമണം. ഖത്തറിലെ US സൈനിക താവളത്തിന് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ. ആക്രമണത്തിന് പിന്നാലെ അടച്ച വ്യോമപാത തുറന്ന ഖത്തർ. ചില സർവീസുകൾ നിർത്തിവെച്ച് എയർ ഇന്ത്യ. ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യ. നിലമ്പൂരിലെ വിജയത്തിൽ വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന്റെ മണ്ഡല പര്യടനം ഇന്ന്. സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളുമായും കൂടിക്കാഴ്ച. വോട്ട് ചോർച്ചയെക്കുറിച്ച് ആഴത്തിൽ പരിശോധന നടത്താൻ LDFും NDAയും. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയുടെ സംസ്കാരം ഇന്ന്. മൃതദേഹം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് എത്തിക്കും. സംസ്കാരം തിരുവല്ല പുല്ലാട്ടെ വീട്ടുവളപ്പിൽ വൈകിട്ട്. ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 371 റൺസ് വിജയലക്ഷ്യം. 4ാം ദിനം കളി നിർത്തുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 21 റൺസ് എന്ന നിലയിൽ ഇന്ത്യ. 2ാം ഇന്നിംഗ്സിൽ 364 റൺസിന് പുറത്ത്. ഇസ്രയേൽ ഇറാൻ വെടിനിർത്തലിന് ധാരണയായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരുപക്ഷെ ഈ ഒരു വാർത്ത, ഈ ഒരു കാര്യം നമ്മൾ കുറച്ച് ദിവസങ്ങളായി കേൾക്കാൻ അങ്ങേയറ്റം കൊതിച്ചിരുന്നതാണ്, ആഗ്രഹിച്ചിരുന്നതാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം മൊത്തത്തിലുള്ള ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കുമോ എന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയതാണ് അമേരിക്കയുടെ ഇറാനിലെ ഫൊർദോയിലടക്കമുള്ള ആക്രമണങ്ങളിലൂടെ. എന്നാൽ അത് ഒരു സീസ് ഫയറിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, സമാധാനപരമായ കാര്യങ്ങളിലേക്ക് എത്തുന്നു എന്നത് അങ്ങേയറ്റം ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷേ ഇത് എപ്പോൾ, എങ്ങനെ എന്ന് സംബന്ധിച്ച് ഇനിയും ഒരു ക്ലാരിറ്റി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ ടോട്ടൽ ആൻഡ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വെടിനിർത്തൽ, അങ്ങനെയാണ് ട്രംപ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എന്തായാലും ഇസ്രയേൽ ഈ വാർത്തയോട് പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇറാൻ പറയുന്നത് അടിച്ചാൽ തിരിച്ചടി. ഈ ആക്രമണമെല്ലാം നിർത്തിയതിന് ശേഷം നമുക്ക് ചർച്ചയെക്കുറിച്ച് ചിന്തിക്കാം, അല്ലെങ്കിൽ ഒരു സമാധാന പാതയിലേക്ക് വരാം. അത് ഇറാൻ തുടക്കത്തിലേ പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് അവസാന നിമിഷം വരെ തിരിച്ചടിക്കും. അത് ഇറാൻ പ്രൂവ് ചെയ്യുകയാണ്. ഇസ്രയേലിലെ ടെലവീവിലും ഹൈഫയിലും അടക്കം വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ ഇറാൻ നടത്തുന്നുണ്ട്, മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഖത്തറിലെ ഉദയത്തിൽ അമേരിക്കയുടെ വ്യോമത്താവളത്തിൽ അറ്റാക്ക് നടത്തി. ഇപ്പോൾ ബാഗ്ദാദിലെ സൈനിക താവളത്തിന് നേരെയും അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ ഇറാൻ്റെ മിസൈലുകൾ പതിച്ചു. 10ഓളം മിസൈലുകൾ പതിച്ചു കഴിഞ്ഞ ദിവസം. ഇപ്പോൾ കൂടുതൽ മിസൈലുകൾ ഇറാൻ്റെ ബാഗ്ദാദിലേക്ക് വ്യോമത്താവളത്തിലേക്ക് പതിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഐശ്വര്യ ചേരുകയാണ്. ഐശ്വര്യ, നമ്മൾ കുറച്ച് ദിവസങ്ങളായി പ്രതീക്ഷിക്കുകയാണ്, ഈ പറഞ്ഞതുപോലെ ആഗ്രഹിക്കുകയാണ് ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ചകളിലേക്കൊക്കെ ധാരണയിലെത്താൻ. പക്ഷേ
ഒരു കരാർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിന് ഉടമ്പടികളൊക്കെ ഉണ്ടാകണം. എന്തടിസ്ഥാനത്തിൽ അങ്ങേയറ്റം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ നിന്നതിന് ശേഷം എന്തടിസ്ഥാനത്തിൽ എന്ത് ഉപാധികളിന്മേൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിലേക്ക് വെടിനിർത്തലിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്നു? പ്രത്യേകിച്ച് ഇസ്രയേൽ ലോകത്ത് ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാത്ത ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് ഇസ്രയേൽ അതിന് വഴങ്ങാൻ തയ്യാറെടുക്കുന്നു? ഇറാൻ ഈ ഒരു സീസ് ഫയറിന് തയ്യാറാണോ? എങ്കിൽ അവസാന നിമിഷവും ഇവർ എന്തുകൊണ്ട് അറ്റാക്ക് നടത്തുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊന്നാണ്. അതായത് യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തിയപ്പോൾ അന്ന് ട്രംപ് പറഞ്ഞിരുന്നു, അവരുമായിട്ട് ആരുമായിട്ടും ചർച്ച നടത്തിയിട്ട് കാര്യമില്ല, ചർച്ച നടത്തേണ്ടത് അമേരിക്കയുമായിട്ടാണ്, എന്നോടാണ്, എങ്കിൽ മാത്രമേ ഇതിനൊരു തീരുമാനമാവുകയുള്ളൂ എന്ന്. പിന്നീട് വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്നുണ്ട് സ്ട്രെങ്ത് ടു ഫൈറ്റ് എന്നാണ്, പീസ് കൊണ്ടുവരാൻ സ്ട്രെങ്ത് ടു ഫൈറ്റ് എന്നാണ്. ഇപ്പോൾ പറയുന്നു പീസ്, സമാധാനത്തിന് വേണ്ടിയുള്ള സ്ട്രെങ്താണ് നമ്മൾ ആർജിക്കേണ്ടത് എന്ന്. ശരിക്കും ഒരു നാടകീയമായ കാര്യങ്ങളാണ് പശ്ചിമേഷ്യയിൽ മൊത്തം നടന്നു വരുന്നത്. അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ട്രംപ് ഒരിക്കൽ കൂടി താൻ അങ്ങനെ തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. ശരിയാണ് സ്വപ്ന ഈ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ആശങ്കയുടെ രാത്രിയായിരുന്നെങ്കിൽ ഇന്ന് ഈ രാവിലെ പുലർച്ചെ തുടങ്ങുന്ന ഒരു സമാധാനത്തിൻ്റെ ഒരു രാവിലെയാണ് തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വെടിനിർത്തൽ എന്ന് പറയുമ്പോൾ അത് ലോകം കാത്തിരുന്ന ഒരു വാർത്തയാണ്. അതായത് ഇസ്രായേൽ ഇറാൻ ആക്രമണം തുടങ്ങി 12 ദിവസം പിന്നിടുമ്പോഴേക്കും ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. അത് പ്രഖ്യാപിക്കുന്നത് വേറെ ആരുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെ പറയുന്നത് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് ധാരണയായിട്ടുണ്ട് എന്നും ഈ നല്ല തീരുമാനത്തിന് ഇരു രാജ്യങ്ങളെയും അഭിനന്ദിക്കുന്നു എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം പറയുകയാണെങ്കിൽ ഈ ഒരു വാർത്തയോട് ഇറാൻ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. അതിന് ശേഷം ഈ ട്രംപിൻ്റെ ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം ഇറാൻ ബാഗ്ദാദിലെ ഈ തെക്കൻ പ്രവിശ്യയിലുള്ള അമേരിക്കൻ വ്യോമതാവളത്തിൽ, അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഇറാൻ വലിയ രീതിയിലുള്ളൊരു മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് ട്രംപ് ഈ വെടിനിർത്തൽ വന്നു എന്ന് പറയുമ്പോഴും ബാഗ്ദാദിൽ ഇറാൻ ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. കൂടാതെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. അതായത് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകളോടും ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും ടെഹ്റാനിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ട്രംപിന്റെ ഈ വാദങ്ങളെ നമുക്ക് നിലവിൽ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അത്തരത്തിലുള്ളൊരു വാർത്തകളാണ് ഇരു രാജ്യങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് പ്രത്യാക്രമണമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ രാത്രി ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഖത്തറിലുള്ള അൽ ഉദൈദ് എയർബേസിൽ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. അതും ഒരുപാട് ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഖത്തർ എന്ന് പറയുന്നത്. അവിടെ ഈ വലിയ ആശങ്ക ഉയർത്തിക്കൊണ്ട് തന്നെ ഈ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണമാണ് ഇറാൻ അൽ ഉദൈദിൽ നടത്തിയത്. 2000 മുതൽ അവിടെ ഒരു US വ്യോമത്താവളം അല്ലെങ്കിൽ സൈനിക താവളം അവിടെ പ്രവർത്തിച്ചു വരികയാണ്. 10,000-ഓളം അമേരിക്കൻ സൈനികരാണ് അവിടെ അൽ ഉദൈദിലുള്ളത്. അവിടേക്കാണ് ഇറാൻ വലിയ രീതിയിലുള്ള ഒരു മിസൈൽ ആക്രമണം നടത്തിയത്. പക്ഷേ ആ ഒരു ആക്രമണത്തെ ബഷാറത്ത് അൽ ഫത്തഹ് എന്ന ഓപ്പറേഷനെ ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിഹസിക്കുകയും ചെയ്തു. അതായത് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് നന്ദി, ആളില്ലാത്ത സ്ഥലത്തൊരു ആക്രമണം നടത്തുക, ഞങ്ങൾക്ക് ഒരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ല, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ആക്രമണം തുടർന്നോളൂ എന്നൊക്കെ തരത്തിലുള്ള വലിയ രീതിയിലുള്ള പരിഹാസമാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ സമൂഹ മാധ്യമ പേജിലൂടെ അറിയിച്ചത്. പക്ഷേ അതിനുശേഷം വളരെ പ്രവചനാതീതമായി, കാരണം അതിനുശേഷം അമേരിക്കയ്ക്കെതിരെ ഒരു ആക്രമണം നടത്തുന്നു. അതിനുശേഷം എല്ലാവരും പ്രതീക്ഷിച്ചത് വലിയ രീതിയിൽ അമേരിക്ക തിരിച്ചടിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടെ നിന്ന് എപ്പോഴും ട്രംപിന്റെ കാര്യങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും പ്രവചിക്കാനാകില്ല എന്താണ് ചെയ്തതെന്നും എന്താണ് പറയുന്നതെന്നും പ്രവചിക്കാനാകില്ല. അതാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടത്. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഫോർദോയിലും നെതാൻസിലും ഒക്കെ വളരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് അമേരിക്കൻ സേന അവിടെ നടത്തിയത്. പക്ഷേ അതിനുശേഷം ഖത്തർ ഞങ്ങളുടെ സഹോദര രാഷ്ട്രമാണ് എന്ന് ഇറാൻ പറയുമ്പോഴും ഖത്തറിലുള്ള അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെ, സൈനിക ബേസിന് നേരെ അൽ ഉദൈദിലേക്ക് വലിയ രീതിയിലുള്ളൊരു മിസൈൽ ആക്രമണം നടത്തുന്നു. അതിനുശേഷം ലോകരാഷ്ട്രങ്ങളൊക്കെയും വീക്ഷിച്ചത് അമേരിക്ക എത്തരത്തിലായിരിക്കും തിരിച്ചടിക്കുക എന്നാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിന് മണിക്കൂറുകൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് ഇരു രാജ്യങ്ങളും ഇസ്രായേലും ഇറാനും വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു. 12 മണിക്കൂറിനകം തന്നെ പൂർണ്ണ തോതിലുള്ള ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഈ വാർത്തയോട് ഖത്തറും പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ശരിയാണ്, കാരണം ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്, ഈ ഒരു വെടിനിർത്തലിന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഖത്തർ പറയുന്നത്. അതിനുശേഷം വൈറ്റ് ഹൗസും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ്. അതായത് ഇസ്രായേൽ അനുകൂലിച്ചിട്ടുണ്ട്, ഒരു വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഇസ്രായേലും അറിയിച്ചിട്ടുണ്ട് എന്ന് വൈറ്റ് ഹൗസിൽ നിന്നും
ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നുമല്ല വിഭിന്നമായാണ് ഇറാനും ഇസ്രായേലും പ്രതികരിക്കുന്നത്. അതിനുദാഹരണമാണ് ഒരു 2.5 മണിക്കൂർ മുമ്പാണ് ഈ ഒരു ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു പ്രഖ്യാപനം വരുന്നത്, ഈ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് വരുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോഴിതാ ടെഹ്റാനിലും അതുപോലെ തന്നെ ബാഗ്ദാദിലും ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു. അതായത് ഒരു വെടിനിർത്തൽ എന്നൊരു ധാരണ ട്രംപിനുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും ആ ഒരു ധാരണ അംഗീകരിച്ചിട്ടില്ല. അതായത് ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നാണ്. ഏറ്റവും ആശ്ചര്യകരമായി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ, എന്ത് ആരോപണങ്ങൾ ഇറാനുമേൽ ഉന്നയിച്ചിട്ടാണോ ഈ ഒരു യുദ്ധത്തിലേക്ക് ഇസ്രയേലും അമേരിക്കയും ഒക്കെ കടന്നത്, ആ ലക്ഷ്യങ്ങളെല്ലാം അവർ പൂർത്തീകരിച്ചു. അതായത് ഇറാനിലെ ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അവർക്ക് സാധിച്ചു. യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്ന ആണവ നിലയങ്ങളെ അവർ ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? അവിടുത്തെ ഭരണമാറ്റം, ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ? എന്ത് ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വരുന്നത്, തയ്യാറാകുന്നത് എന്നത് വലിയ രീതിയിൽ നമുക്ക് അത്ഭുതം തോന്നുന്നു. എന്തിനായിരുന്നു ഈ യുദ്ധമെന്ന്? അതായത് സ്വപ്ന ഈ സൂചിപ്പിച്ചതുപോലെ വളരെ ശരിയാണ്. അതായത് ഇസ്രായേൽ ഈ ഒരു ആക്രമണം ഇറാനെതിരെ നടത്തുമ്പോൾ നമുക്കറിയാം, അതായത് ഈ ആണവ കേന്ദ്രം, ലോകത്തിന് തന്നെ ഭീഷണിയായ ഈ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേൽ ഇറാനെതിരെ ഒരു ആക്രമണം അഴിച്ചുവിടുന്നത്, അല്ലെങ്കിൽ ഇറാനെ ഫോക്കസ് ചെയ്ത് ആക്രമിക്കുന്നത്. കൂടാതെ അമേരിക്കയുടെ ഒരു പിന്തുണയും തേടിയിരുന്നു. പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ 3 ദിവസങ്ങളായി നമ്മൾ ഈ വാർത്ത കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. അപ്പോൾ അമേരിക്ക പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതായത് നമുക്ക് നയതന്ത്ര പരിഹാരമാണ് ആവശ്യം, നയതന്ത്രപരമായി ഈ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കുക, യുദ്ധം ഒന്നിന് പരിഹാരമല്ല എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. പക്ഷെ അങ്ങനെ പറഞ്ഞ് 48 മണിക്കൂറിനകം വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇറാനെതിരെ അമേരിക്ക അഴിച്ചുവിടുന്നത്. ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്കറിയാം, അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ മൃതദേഹം ഇപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 2 ദിവസത്തിലധികമായി രഞ്ജിതയുടെ സഹോദരനടക്കം DNA പരിശോധനയ്ക്ക് പോയിരുന്നതാണ് അഹമ്മദാബാദിലേക്ക്, ഈ പറഞ്ഞതുപോലെ. പക്ഷേ മൃതദേഹം തിരിച്ചറിയാൻ പിന്നെയും 2 ദിവസം താമസിച്ചു. അമ്മയുടെ DNA സാമ്പിൾ അടക്കം എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ തിരിച്ചറിഞ്ഞ ഇപ്പോൾ ഭൗതിക ശരീരം, രഞ്ജിതയുടെ മൃതദേഹം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. മൃതദേഹത്തെ സ്വീകരിക്കാൻ മന്ത്രി പ്രസാദ് അടക്കമുള്ളവരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MA ബേബി ഉണ്ട്. എന്തായാലും രഞ്ജിതയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നു. ദേവികയാണ് ചേരുന്നത്. ദേവിക, ഈ പറഞ്ഞതുപോലെ ഇത്രയും ദിവസത്തെ ഒരു വേദനയോടുകൂടിയ ഒരു കാത്തിരിപ്പാണ് അത്. ഇപ്പോൾ രഞ്ജിതയുടെ ഭൗതിക ശരീരം, അത് നമുക്ക് ഏത് രീതിയിൽ അവരുടെ വീട്ടിലുള്ളവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയില്ല, ഒരു നോക്ക് കാണാൻ കൂടി പറ്റാത്ത ഒരു സാഹചര്യമാണ്. എങ്കിൽ കൂടിയും അത് എത്തി, ആ ഭൗതിക ശരീരം എത്തി എന്നുള്ള അത്രയെങ്കിലും ഒരു ഒരു സമാധാനം അവർക്ക് ലഭിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി അടക്കം പിന്നെ റീത്ത് അർപ്പിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്, MA ബേബിയുണ്ട്. ദേവിക ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ദേവിക, ഇതിപ്പോൾ എത്ര മണിയോടുകൂടിയാണ് എത്തിച്ചത്? അപ്പോൾ ആരൊക്കെ പ്രമുഖർ അവിടെ ഉണ്ട്? രഞ്ജിതയുടെ മൃതദേഹം സ്വീകരിക്കാൻ, ഏറ്റുവാങ്ങാൻ ഇപ്പോഴാണ് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? നേഴ്സായ രഞ്ജിതയും ആ വിമാനത്തിലുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടെ പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. ജന്മനാടായ ഈ പത്തനംതിട്ടയിലെ സ്വന്തം വിദ്യാലയത്തിലാണ് ഈ പൊതുദർശനം നടക്കുന്നത്. ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അന്തിമോപചാരം അർപ്പിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. മന്ത്രിമാരായ DR അനിൽ, വി ശിവൻകുട്ടി, ഗോവിന്ദൻ മാസ്റ്റർ, MA ബേബി, BJP നേതാക്കളായ സുരേഷ് അടക്കമുള്ളവർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഇപ്പോൾ ഈ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. രഞ്ജിതയുടെ ആദരസൂചകമായി മൃതദേഹം പുല്ലാട്ടെത്തിക്കുമ്പോൾ ഇന്ന് അവിടെ ആ ജന്മനാട്ടിൽ വ്യാപാരികൾ 1 മണിക്കൂർ നേരം കടകൾ അടച്ചിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് ഇത്തരത്തിൽ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കുക. സ്വപ്ന. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അന്തരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. MV ഗോവിന്ദൻ, MA ബേബി, മന്ത്രിമാരായ ശിവൻകുട്ടി, GR അനിൽ അടക്കമുള്ളവർ വിമാനത്താവളത്തിലുണ്ട്. BJP നേതാവ് S സുരേഷ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരും വിമാനത്താവളത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തിയിരുന്നു. അല്പസമയത്തിനകം തന്നെ രഞ്ജിതയുടെ വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും. വൈകിട്ടോടുകൂടി തന്നെയാണ് ആ സംസ്കാരം, പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടുകൂടി തന്നെയാണ് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക.
നിലമ്പൂരിൽ നിന്ന് UDFന്റെ നന്ദി പ്രകടനമാണ്. മണ്ഡലത്തിലുടനീളം റോഡ് ഷോ നടത്തിയാകും ആര്യാടൻ ഷൗക്കത്ത് വോട്ടർമാരോട് നന്ദി പറയുക. TK അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, നിലമ്പൂരിൻ്റെ സ്വന്തം ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ എത്തുകയാണ്. ഈ പറഞ്ഞതുപോലെ തനിക്ക് അഭിമാന വിജയമൊക്കെ തന്ന ആ നാട്ടുകാരോട് നന്ദി പറയാനായിട്ട് പാണക്കാടടക്കം അദ്ദേഹം സന്ദർശനം നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴായിരിക്കും അദ്ദേഹം എത്തുക? അദ്ദേഹത്തിൻ്റെ ഒരു സന്ദർശനം, ഈ മഴയാണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞതുപോലെ ഈ മഴയൊക്കെ അതിജീവിച്ചുള്ളൊരു വിജയമാണല്ലോ, ഒരു നേട്ടമാണല്ലോ അദ്ദേഹം കൈവരിച്ചത്. തീർച്ചയായും എപ്പോഴാകും അദ്ദേഹത്തിൻ്റെ പര്യടനം മണ്ഡലത്തിൽ തുടങ്ങുക? സ്വപ്ന, കനത്ത മഴയോടും ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രതിയോഗികളോടും ഒരുപോലെ ഏറ്റുമുട്ടിയാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയം സുനിശ്ചിതമാക്കിയിരിക്കുന്നത്. ഇതിന് തൻ്റെ വോട്ടർമാരോട് നന്ദി പറയാനാണ് അദ്ദേഹം ഇന്ന് രംഗത്തിറങ്ങുന്നത്. ഇന്നലെ തന്നെ ആഹ്ലാദ പ്രകടനം തുടങ്ങിയിരുന്നു. പക്ഷേ ഇന്നലെ അവിചാരിതമായി ആര്യാടൻ മുഹമ്മദിൻ്റെ സഹോദരൻ ആര്യാടൻ മാമു ഇന്നലെ അന്തരിച്ചിരുന്നു. അതോടുകൂടി ആഹ്ലാദ പ്രകടനങ്ങൾ തൽക്കാലം ഇന്നലെ വൈകിട്ടോടുകൂടി നിർത്തിവെച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ആഹ്ലാദ പ്രകടനം ആരംഭിക്കുന്നത്. റോഡ് ഷോ ആയിട്ട് മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളും സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു പര്യടനമാണ് ഉദ്ദേശിക്കുന്നത്. വലിയ തോതിൽ പ്രവർത്തകർ ഇതിന് ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വലിയ ജനപങ്കാളിത്തം ഇന്നത്തെ റോഡ് ഷോയിലും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. VS ജോയ് അടക്കമുള്ള നേതാക്കന്മാരും ആര്യാടൻ ഷൗക്കത്തിനോടൊപ്പം മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടാകും. എന്തായാലും UDF വളരെയധികം ആഹ്ലാദത്തിലാണ്. തങ്ങൾ കഴിഞ്ഞ 9 വർഷമായി, അതിനു മുൻപ് 34 വർഷത്തോളം ആര്യാടൻ മുഹമ്മദ് കൈവശം വെച്ചിരുന്ന നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കാനായതിൻ്റെ ആഹ്ലാദം എല്ലാ മേഖലകളിലും UDFിലെ എല്ലാ പ്രവർത്തകരിലുമുണ്ട്. ഈ ആവേശം കാഴ്ചവെക്കുന്ന, അണപൊട്ടുന്ന ഈ ആവേശം തന്നെയായിരിക്കും ഇന്നത്തെ ഈ നന്ദി പ്രകടനത്തിൻ്റെ മുഖ്യമായുള്ള കാരണം. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വപ്ന, ക്ക് മത്സരിച്ച് കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് PV അൻവർ. ഞാനും ഒപ്പം പോരട്ടെ എന്ന് ചോദിച്ച് നടക്കുകയാണ് UDFിനോട്. സ്വാഭാവികമായും അൻവറിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളടക്കം, അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും ചർച്ച, പാണക്കാട്ടടക്കം എത്തുന്നതിലടക്കമുള്ള ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചയോ നീക്കങ്ങളോ എന്തെങ്കിലും നടക്കുമോ? അൻവറിൻ്റെ ഒരു ദിവസം പിന്നിടുമ്പോഴുള്ള ആ ഒരു നിലപാടുകളും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ്? സ്വപ്ന, തീർച്ചയായും അൻവർ ഒരു UDF പ്രതീക്ഷ ഇപ്പോഴും വെക്കുന്നുണ്ട് എന്ന് വേണം ആര്യാടൻ PV അൻവറിൻ്റെ പ്രതികരണം എന്ന് മനസ്സിലാക്കാനുള്ളത്. കാരണം PV അൻവർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇത്തരമൊരു നീക്കത്തിനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നുള്ളൊരു മറുപടിയല്ല, മറിച്ച് നേതൃത്വമായി ആലോചിച്ച് നടപടിയെടുക്കും എന്നുള്ളതാണ് PV അൻവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ശരിയാണ്, നിലമ്പൂർ ഏറനാട് മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അതിനപ്പുറം വലിയ സ്വാധീനം അൻവറിന് ഉണ്ടാക്കാൻ കഴിയുക വളരെ ബുദ്ധിമുട്ടാണ്. ഇതുപോലുള്ളൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുക വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ തന്നെയാണ് ബേപ്പൂരിലടക്കം മത്സരിക്കാൻ അവസരം, അതുപോലുള്ള ഏതെങ്കിലും മണ്ഡലങ്ങളിൽ അവസരം കിട്ടിയാൽ താൻ തീർച്ചയായും UDFിനോടൊപ്പം ഉണ്ടാകുമെന്നുള്ളൊരു സന്ദേശം PV അൻവർ നൽകുന്നത്. അൻവറിനുള്ള മുന്നിലുള്ള സാധ്യതയും അതുതന്നെയാണ്. കാരണം അൻവർ ഇപ്പോൾ 20,000 വോട്ടോളം നിലമ്പൂർ മണ്ഡലത്തിൽ പിടിച്ചതോടുകൂടി വലിയൊരു സ്വാധീന ശക്തിയായി മാറിയിട്ടുണ്ട്. UDFിലൊരു വിലപേശൽ ശക്തിയായി മാറാൻ അൻവറിന് കഴിയും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഓരോ പഞ്ചായത്തുകളും ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഓരോ ബൂത്തുകളും 1000 വോട്ടിൻ്റെ എല്ലാം 1000-1500 വോട്ടിൻ്റെ എല്ലാം ലീഡാണ്, വോട്ട് ആണ് PV അൻവർ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വോട്ടാണ്. അതിനാൽ തന്നെ അൻവറിനെ ഒഴിവാക്കുക UDFിന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതിനാൽ ഇത് വെച്ച് തന്നെയാണ് അൻവർ UDFിനോട് വിലപേശാൻ പോകുന്നത്. അത് തീർച്ചയായും സാധ്യമാകും എന്നുള്ളൊരു അവസ്ഥയാണ്. 20,000 വോട്ട് കിട്ടിയതോടുകൂടി മറ്റുള്ള എന്തൊക്കെയാണ് തന്റെ കാർഡുകൾ പുറത്തിറക്കുക എന്ന് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ അറിയാൻ സാധിക്കും. ഈ പറഞ്ഞതുപോലെ ഒരു വിലയിരുത്തലിലും ആഴത്തിലുള്ള പഠനവുമൊക്കെ എടുത്ത LDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുണ്ട്. CPI നേതൃയോഗം, നാളെ CPM യോഗങ്ങളൊക്കെ വരുന്നുണ്ട്. അരവിന്ദനാണ് വിവരങ്ങളുമായി ചേർന്നത്. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ K ദിലീപ് ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന ഈ സംഘർഷങ്ങളെല്ലാം സ്വാഭാവികമായും ഈ വിപണിയെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഒരു ചരക്ക് നീക്കം അല്ലെങ്കിൽ എണ്ണയുടെ നീക്കം ഇറാൻ തടഞ്ഞേക്കുമെന്നതടക്കമുള്ള വാർത്തകൾ വരുമ്പോൾ ഇന്ന് നേട്ടത്തിലാവും വ്യാപാരം തുടങ്ങുക. ആഗോള വിപണികളിലെല്ലാം നേട്ടമാണ്. പ്രത്യേകിച്ചും US, യൂറോപ്യൻ വിപണികളിൽ ഇന്നലെ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നു. ക്രൂഡ് ഓയിൽ ഉണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഇടിവാണ് വിപണികളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. US-നെതിരെയുള്ള ഇറാന്റെ പ്രത്യാക്രമണം അത്ര കണ്ട് തീവ്രമല്ല എന്നുള്ളതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഇന്നലെ
ക്രൂഡ് ഓയിൽ വിലയിൽ വലിയൊരു ഇടിവുണ്ടായത്. എണ്ണ വിതരണത്തിന് യാതൊരു തരത്തിലുമുള്ള വലിയ തടസ്സങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ആശങ്ക മാറിയതോടുകൂടെ ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവുണ്ടാവുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലമായിരുന്നു ഇന്നലെ US വിപണികളിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തുടർച്ച നമ്മുടെ വിപണിയിൽ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നലെ വളരെ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രകടമായിരുന്നു. മാത്രമല്ല 25,000 എന്ന നിലവാരത്തിന് താഴേക്ക് മുൻനിര സൂചികയായി നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. 24,800 എന്നുള്ള നിലവാരമാണ് ഒരു അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുന്നത്. ആ ഒരു നിലവാരത്തിന് താഴേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ വിപണി താഴേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതുള്ളൂ. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് 25,000 മുകളിലേക്ക് ഇന്നലെ സൂചികയായ നിഫ്റ്റിയിൽ വ്യാപാരം നടക്കുമെന്ന് കരുതുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം, പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്കോ അതിനോടൊപ്പം തന്നെ മറ്റ് ആഗോള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മെച്ചപ്പെട്ട രീതി തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ അടുത്ത നിലവാരത്തേക്ക് എത്തിക്കും. അതിന് 25,200 എന്നുള്ള സാങ്കേതിക നിലവാരം ഭേദിച്ച് നിഫ്റ്റി വ്യാപാരം തുടരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ 25,800 നിലവാരത്തേക്ക് പോകാൻ മതി. ബാങ്കിങ് സൂചികയിലെ നീക്കങ്ങളും വളരെ പ്രധാനം തന്നെയാണ്. 56,000 എന്നുള്ള നിലവാരം ബാങ്കിങ് നേട്ടത്തിൽ തുടങ്ങുമെന്ന ആശ്വാസകരമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് ദിലീപ് പങ്കുവയ്ക്കുന്നത്. ചില വാക്കുകൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുവെന്ന് റാം കെയർ ഓഫ് ആനന്ദിയിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അഖിൽ P. ധർമ്മജൻ വിമർശകരോട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എഴുത്ത് ഇനിയും തുടരുമെന്നും അഖിൽ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. തൻ്റെ ആദ്യ ബുക്ക് വിറ്റഴിക്കുവാൻ റോഡിൽ കച്ചവടം ചെയ്യേണ്ടി വന്ന ഒരു യുവ സാഹിത്യകാരൻ പക്ഷേ തൻ്റെ മൂന്നാം ബുക്കിലൂടെ ഇപ്പോൾ ചരിത്രം രചിച്ചിരിക്കുകയാണ്. മറ്റാരുമല്ല, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യകാരനുള്ള പുരസ്കാരം നേടിയ അഖിൽ P. ധർമ്മജനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. അഖിലെ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. വിവാദങ്ങളും ഇതെല്ലാം നിൽക്കട്ടെ, അതിന് മുമ്പായിട്ട് എങ്ങനെയാണ് എഴുത്തിലേക്ക് കടന്നു വരാനുള്ളൊരു സാഹചര്യം? എഴുത്തിൽ പണ്ടോട്ട് തന്നെ ഞാൻ എഴുതുമായിരുന്നു. കുട്ടിക്കാലത്ത് കഥകൾ പറയുമായിരുന്നു. പിന്നെ അത് നോട്ട്ബുക്കിലേക്ക് എഴുതി തുടങ്ങി. പിന്നീട് അത് പ്രേതകഥകളൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ആദ്യത്തെ നോവൽ ഓജോ ബോർഡ് എഴുതി. പിന്നെ അതിന് മുന്നേ തന്നെ എഴുതിയിട്ടുണ്ട്. 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അത് നോവലാണെന്നും അറിയില്ല. പിന്നീട് അതിനുശേഷം ഒരു +2 വെക്കേഷൻ സമയത്താണ് ഓജോ ബോർഡ് എഴുതുന്നത്. പിന്നീട് പല പ്രസിദ്ധീകരണ കമ്പനികളെ സമീപിച്ചെങ്കിലും അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് സിനിമാറ്റിക് രീതിയിൽ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിൽ വരുന്നൊരു നോവലാണ്. പിന്നീട് അതിനുശേഷം അത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വായിച്ച ആൾക്കാരെല്ലാം കൂടെ പണം പിരിവിട്ടിട്ടാണ് ആ ബുക്ക് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത്. പിന്നീട് അത് ബുക്ക് സ്റ്റാൾസിൽ വെക്കാൻ നോക്കിയപ്പോൾ അത് വെച്ചില്ല. എന്നിട്ട് സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ട് അങ്ങനെ പിന്നെ കൊണ്ടുനടന്ന് അങ്ങനെ വിൽക്കേണ്ടി വന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഒരു എഴുത്തുകാരനായത്. അതിനുശേഷം രണ്ടാമത്തെ നോവൽ, അതിനുശേഷം മൂന്നാമത്തെ നോവൽ എത്തിയപ്പോൾ ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഒരു പുരസ്കാരത്തിലേക്ക് എത്തുന്ന ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? രണ്ടാമത്തെ നോവൽ മെർക്കുറി ഐലൻഡ്, അത് ഞാൻ ഇതുപോലെ തന്നെ കൊണ്ടുനടന്ന് ബസ്സിലും ട്രെയിനിലൊക്കെ കൊണ്ടുനടന്ന് തന്നെ വിറ്റത്. അപ്പോൾ പിന്നീട് അതിനുശേഷം ഈ ബുക്ക് സ്റ്റാൾസിലത്തെ ആൾക്കാർ വന്ന് അന്വേഷിച്ച് തുടങ്ങി നോവലുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അതായത് പലരും ഫേസ്ബുക്കിൽ ഇത് വായിച്ചിട്ട് ഇടാൻ തുടങ്ങി, റിവ്യൂസ് ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് ബുക്ക് സ്റ്റാൾസിൽ ആദ്യമായിട്ട് വരുന്നത്. ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ആ കഥയിലേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു? അങ്ങനെ ആ ഒരു കഥാതന്തുവിലേക്കുള്ളൊരു എനിക്ക് ചെന്നൈ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ മുമ്പ് പോയപ്പോൾ ആ നഗരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ അതിനെ പറ്റിയിട്ടൊരു കഥ എഴുതണമെന്നുള്ളൊരു മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചെന്നൈയിൽ പോയി ഫിലിം അക്കാഡമിയിൽ പഠിക്കാനായിട്ട് പോയി. ഒരു കാരണം വേണമായിരുന്നു എനിക്ക് എന്തെങ്കിലും പോകുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ കഥാപാത്രവും റാം എന്ന് പറയുന്ന കഥാപാത്രവും അവിടെ പഠിക്കാൻ പോകുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനമാണ് ഇപ്പം വിവാദമായിരിക്കുന്നത് ഈ പറയുന്ന വിമർശനങ്ങളാണ്. എഴുത്തിൻ്റെ രീതി അല്ലെങ്കിൽ അങ്ങനെ പല ആളുകളും പല രീതിയിലുള്ള വിമർശനങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള രാജീവ് ആലുങ്കൽ അനുകൂലിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിമർശനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? വിമർശനങ്ങൾ ഇപ്പോൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസാണ്. അപ്പം ഞാനത് അവരുടെ സ്പേസിൽ ഞാൻ ഒരിക്കലും കയറി ഇടപെടത്തില്ല. ഞാൻ അവരെ ഒന്നും കുറ്റം പറയാനും നിൽക്കുന്നില്ല. പിന്നെ ചില വാക്കുകൾ ഭയങ്കര മോശമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ വിഷമം ഉണ്ടാക്കും, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രതികരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ. അപ്പം എൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ഞാനത് പ്രതികരിക്കുന്നില്ല. അത് വിവാദങ്ങൾ അവിടെ തന്നെ നിർത്തണമെന്നുള്ളൊരു അപേക്ഷ മാത്രമാണ്. അത് ഒരു വ്യക്തി ഹത്യയിലേക്ക് പോകാതിരിക്കാൻ മാത്രം ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇനി അത് ചെയ്താലും ഞാൻ പ്രതികരിക്കാൻ പോകുന്നില്ല, അത്രയേ ഉള്ളൂ. ആലപ്പുഴയിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഗ്, അമൃത ന്യൂസ്. ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 371 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് 364 അവസാനിച്ചു. KL രാഹുലിൻ്റെയും ഋഷഭ് പന്തിൻ്റെയും സെഞ്ചുറികളാണ് ഇന്ത്യക്ക് തുണയായത്. ഋഷഭ് പന്ത് 118 റൺസ് എടുത്തു. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു മത്സരത്തിലെ 2 ഇന്നിംഗ്സുകളിൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. 4ാം ദിവസം കളി നിർത്തുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 21 റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്.
ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.